എല്ലാവർക്കും നമസ്കാരം. സച്ചിതം ഫോർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നും വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നുമായ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മഹാവിഷ്ണുവിനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 900 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പർവ്വതങ്ങളാലും മനോഹരമായ വനങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ ബ്രഹ്മാവ് തൻ്റെ ഹംസത്തിൽ ലോകം ചുറ്റുമ്പോൾ ഒരു നെല്ലിമരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ വിഗ്രഹം കണ്ടു. ദേവന്മാരുടെ സഹായത്തോടെ ബ്രഹ്മാവ് ഇവിടെ വിഗ്രഹം സ്ഥാപിക്കുകയും സഹ്യമല ക്ഷേത്രം എന്ന് വിളിക്കുകയും ചെയ്തു. തിരുനെല്ലി ക്ഷേത്രം അമലക ക്ഷേത്രം എന്നും സിദ്ധക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. എല്ലാ ദിവസവും പുലർച്ചെ ബ്രഹ്മാവ് ക്ഷേത്രത്തിൽ പെരുമാളിനെ ആരാധിക്കുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അതിനാൽ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ രാത്രിയിൽ ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് പൂജയ്ക്ക് ആവശ്യമായ പൂജാ സാമഗ്രികൾ ക്ഷേത്രത്തിൽ പുതിയ അളവിൽ ഉപേക്ഷിക്കുന്നു. മൂവായിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ക്ലാസിക്കൽ കേരള ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ്. 30ഓളം കരിങ്കൽ തൂണുകളും ഗ്രാനൈറ്റുമാകിയ തറയും ക്ഷേത്രത്തെ വാസ്തുവിദ്യ വിസ്മയമാക്കുന്നു. അകത്തെ ശ്രീകോവിലിന് ചുറ്റും ടൈൽ വിരിച്ച ഘടനയും ശ്രീകോവിലിന് ചുറ്റും തുറന്ന മുറ്റവുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറംഭിത്തിയിൽ ക്യൂബിക്കൽ ശൈലിയിൽ വെട്ടിയ കരിങ്കൽ തൂണുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ക്ലോയിസ്റ്ററുണ്ട്. ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഈ ഭാഗം കേരളത്തിലെ ക്ഷേത്രത്തിന് അല്പം അസാധാരണമാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർഭുജ രൂപത്തിലാണ്. ഗണപതി, ഹനുമാൻ, ശിവൻ, ഭദ്രകാളി എന്നിവരെയും ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു. പ്രാഥമികമായി പൂർവിക ആചാരങ്ങൾക്കായിട്ടാണ് തീർത്ഥാടകർ തിരുനെല്ലി ക്ഷേത്രത്തിലെത്തുന്നത്. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാപനാശിനിയുടെ തീരത്താണ് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നടക്കുന്നത്. ഗംഗയും സരസ്വതിയും പാപനാശിനിയിൽ ചേരുന്നുവെന്നാണ് വിശ്വാസം. പാപനാശിനിയിലെ ആചാരപരമായ സ്നാനം ജീവിതകാലത്ത് ചെയ്ത എല്ലാ ലൗകിക പാപങ്ങളും കഴുകിക്കളയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മരിച്ചവരുടെ ചിതാഭസ്മം പാപനാശിനിയിൽ നിമജ്ജനം ചെയ്താൽ അത് ഗയയിൽ കർമ്മങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ്. പരശുരാമനും തിരുനെല്ലി സന്ദർശിച്ച് തൻ്റെ പിതാവായ മുനി ജമദഗ്നിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തിയെന്നാണ് വിശ്വാസം. ക്ഷത്രിയരെ വധിച്ച പാപങ്ങൾ ഇല്ലാതാക്കാൻ പാപനാശിനിയിൽ മുങ്ങി. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ക്ഷേത്രകുളമാണ് പഞ്ചതീർത്ഥം. കുളത്തിൻ്റെ നടുവിൽ കാൽപ്പാടിൻ്റെ ചിത്രമുള്ള ഒരു പാറയുണ്ട്. അതിനെ വിഷ്ണുപാദം എന്ന് വിളിക്കുന്നു. പാപനാശിനിയിൽ പിണ്ടപ്പാറ എന്ന ഒരു വിശുദ്ധ പാറയുണ്ട്. അവിടെ മരിച്ചവരുടെ ആത്മാക്കൾക്ക് ആചാരപരമായ വഴിപാടുകൾ നടത്തുന്നു. അരുവിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തുടർച്ചയായ ജലവിതരണം ഉറപ്പാക്കുന്ന അക്വാഡക്റ്റ് വടക്കേ മലബാർ രാജകുമാരിയുടെ നിർദ്ദേശപ്രകാരമാണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ദാഹം തോന്നിയെങ്കിലും വെള്ളം ലഭ്യമല്ലാത്തതിനാൽ ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയതായി പറയപ്പെടുന്നു. അവിടെയും വൈദികരുടെ ദുരവസ്ഥയിൽ അവൾ സഹതപിക്കുകയും ജലവിതരണ സംവിധാനം ഉടൻ നിർമ്മിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അവളുടെ സേവകരും കൊട്ടാരക്കാരും പ്രാദേശിക ഗോത്രവർഗ്ഗക്കാരുടെ സഹായത്തോടെ ബ്രഹ്മഗിരിയുടെ താഴ്വരയിലുള്ള അരുവി മുതൽ ക്ഷേത്രത്തിലേക്ക് മുളകൾ ഉപയോഗിച്ച് താൽക്കാലിക ജലസംഭരണി നിർമ്മിച്ചതായി പ്രദേശവാസികൾ വിശ്വസിക്കുന്നു. പിന്നീട് രാജകുമാരി കരിങ്കല്ല് ഉപയോഗിച്ച് ജലസംഭരണി നിർമ്മിക്കാൻ കൽപ്പണിക്കാരെ അയച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ശിവന് സമർപ്പിക്കുന്ന ഗുണ്ടിക എന്ന ഗുഹാക്ഷേത്രമുണ്ട്. അങ്ങനെ ത്രിമൂർത്തികളുടെ എല്ലാ അംഗങ്ങളുടെയും അതുല്യമായ സാന്നിധ്യത്താൽ തിരുനെല്ലി അനുഗ്രഹീതമാകുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിലെ പ്രണാമത്തിന് പരേതരായ ആത്മാക്കൾക്ക് ശാന്തി നൽകാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചടങ്ങുകൾ ബാച്ചുകളായി നടക്കുന്നു. ഇത് ക്ഷേത്രത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു. പൂജാരികളും തീർത്ഥാടകരും പൂജാ സാമഗ്രികളുമായി പാപനാശിനിയിലേക്ക് പോകുന്നു. വെള്ളത്തിൽ നിൽക്കുന്ന തീർത്ഥാടകർ പുരോഹിതന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രണാമം അർപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ വെള്ളത്തിൽ മുങ്ങുന്നു. തീർത്ഥാടകർ വീണ്ടും പ്രാർത്ഥനയ്ക്കായി ക്ഷേത്രം സന്ദർശിക്കുന്നു.
വയനാട്ടിൽ നിന്ന് 48 കിലോമീറ്റർ അകലെയാണ് തിരുനെല്ലി ക്ഷേത്രം. വയനാട്ടിലെ കൽപ്പറ്റ ബസ് സ്റ്റാൻഡാണ് ഇതിന് ഏറ്റവും അടുത്തുള്ളത്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടാണ്. വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. വയനാട്ടിൽ നിന്ന് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ധാരാളം ബസ് സർവീസുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ബജറ്റ് ടൂർ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ സൗകര്യപ്രദമാണ്.